ഹായ് ഹലോ, ഞാൻ സീനയാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു മിനി ട്രാവൽ വ്ളോഗാണ് കേട്ടോ. ഞാനും എൻ്റെ കൂടെ വർക്ക് ചെയ്യണ കുറച്ച് ചേച്ചിമാരൊക്കെ ആയിട്ട് ഞങ്ങൾ ഒന്ന് ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇതേപോലെ വർഷത്തിൽ 1-2 തവണയൊക്കെ ഞങ്ങൾ പോവാറുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും വന്നു. ഒരു 8 മണിക്ക് എപ്പോഴത്തേക്കും ഞങ്ങൾ സ്ഥലത്തെത്തി. വണ്ടിയിൽ കയറി കേട്ടോ. വണ്ടിയിൽ കയറിയിട്ട് 19 സീറ്റിൻ്റെ ടെമ്പോ ട്രാവൽസ് ആയിരുന്നു പറഞ്ഞത്. ഫുൾ AC അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ പോയിച്ചത്. ഞങ്ങളുടെ എന്താ പറയുക, മുതലാളി തൊഴിലാളി അങ്ങനത്തെ ഒരു വേർതിരിവൊന്നും ഇല്ല കേട്ടോ. നമ്മളെല്ലാവരും ഒരുപോലെ അടിച്ച് പൊളിച്ച് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ വിചാരിച്ചു ഞങ്ങളെപ്പോഴും പോകുന്ന പോലെ ഒരു 3-4 പേര് എഴുന്നേറ്റുന്ന തുള്ളും, ബാക്കിയുള്ള എല്ലാവരും അവിടെ അടങ്ങിയിരിക്കും, അങ്ങനെ ആകുമെന്നാണ് വിചാരിച്ചത്. പക്ഷെ എൻ്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിച്ചു. നമ്മൾ മാമലേക്ക് എത്തിയപ്പോഴത്തേക്കും ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയി കുറച്ചുകൂടി തുള്ളി എല്ലാം കഴിഞ്ഞതേ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തിരക്കിലൊക്കെയാണ്. നമ്മളിപ്പോൾ വന്നേക്കുന്നത് തൊമ്മൻകുത്താണ്. തൊമ്മൻകുത്ത് വന്നിട്ട് ഇവിടെ എങ്ങനെയാണ് വെള്ളമൊക്കെ ഉണ്ടാകുന്നൊക്കെ നോക്കിയിട്ട് ഇല്ലെന്നാണെങ്കിൽ നമുക്ക് അടുത്ത സ്പോട്ടിൽ പോകാം എന്നുള്ളൊരു ഐഡിയയിലൊക്കെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ മാർച്ച് സമയമൊക്കെ കഴിയുമ്പോഴത്തേക്കും നല്ല വേനൽ സമയമല്ലേ, അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ വെള്ളം കുറവായിരിക്കും. അപ്പോൾ ഞങ്ങൾ ആനയിടിക്കുത്തായിരുന്നു ഉദ്ദേശിച്ചത്. പക്ഷേ ആനയിടിക്കുത്തിൽ വെള്ളം ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നേരെ തൊമ്മൻകുത്ത് വന്നത്. ഇവിടെയും ഭയങ്കര ശോകമായിരുന്നു. കയറി വന്നപ്പോഴത്തേക്കും വെള്ളമൊക്കെ കുറവ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ ഉണ്ടാവില്ല എന്നൊക്കെ ഉള്ളൊരു ഇതിലാണ് നിന്നയിച്ചത്. പക്ഷേ അങ്ങോട്ട് പോയിട്ടോ. പിന്നെ ഇവിടെ വരുമ്പോഴുള്ളൊരു നൊസ്റ്റാൾജിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിന് മുന്നത്തെ ഒരു പ്രാവശ്യം ഇതേപോലെ ഞാനും പിന്നെ എൻ്റെ 2 ഫ്രണ്ട്സും പിന്നെ ഒരു ഫ്രണ്ടിൻ്റെ ബ്രദറും കൂടിയിട്ട് ഞങ്ങൾ വർക്ക് പെർമിറ്റിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ മൂവാറ്റുപുഴ റൂട്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ ഒരു പ്ലാനും ഇല്ലാണ്ട് നേരെ വന്നത് ഈ തൊമ്മൻകുത്താണ് കേട്ടോ. അപ്പോൾ ആ ഒരു നൊസ്റ്റാൾജിയ എനിക്കുണ്ട്. അവരുടെ കൂടെ ഉള്ളൊരു നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്ത് അങ്ങനെ. പിന്നെ എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. എന്താ പറയുക, അറിയില്ല, എല്ലാവരും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ ട്രിപ്പൊക്കെ പോകണം. ഞങ്ങൾ ഭയങ്കര കളിഞ്ചിരിയൊക്കെ ഞങ്ങളുടെ ടീമുണ്ട്, നല്ല രസമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തെല്ലാവരെയും. പക്ഷെ നമ്മൾ ഈ ട്രിപ്പ് പോയപ്പോഴത്തേക്കും ഒട്ടുമിക്ക കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ടോ. നമ്മളിതേപോലെ മൂഡൊക്കെ ഓഫായിട്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഒന്നല്ല പാരൻസിൻ്റെ കൂടെയോ ഫ്രണ്ട്സിൻ്റെ കൂടെയോ ആരും ഇല്ലെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും ഏതെങ്കിലും ഒരു സ്പോട്ടിൽ പോയി കുറച്ച് ടൈം വെറുതെ ഇരിക്കുക, പിന്നെ എൻജോയ് ചെയ്യുക. അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് മാറും. ഇപ്പം ഞാനാണെങ്കിലും എൻ്റെ കൂടെ വർക്ക് ചെയ്യണ ചേച്ചിമാരൊക്കെ ആണെങ്കിലും പല പല എന്താ പറയുക പ്രശ്നങ്ങളുടെ ഇടയിലും ബുദ്ധിമുട്ടിൻ്റെ ഇടയിലൊക്കെ ആയിരിക്കും ഇതേപോലെ നമ്മൾ നിൽക്കണത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഇതേപോലെ ഒരു ട്രിപ്പ് ഞങ്ങൾ പോകാറുണ്ട് കേട്ടോ. അപ്പോൾ വരണവരെല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യും. ഞാൻ ട്രൈപ്പോഡൊക്കെ കൊണ്ടാണ് കേട്ടോ പോയത്. വലിയ കാര്യത്തിന് വീഡിയോ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ട്രൈപ്പോഡ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ബാഗൊക്കെ വെക്കണതിൻ്റെ അവിടെ ട്രൈപ്പോഡ് അങ്ങോട്ടായിപ്പോയി. ഞാൻ അപ്പോൾ ബാഗ് എടുത്തപ്പോൾ ബാഗിൻ്റെ അകത്ത് ഇല്ല. അപ്പോൾ എൻ്റെ വിചാരം ഞാൻ അതൊന്ന് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ള മൈൻഡിലാണ് നിർണ്ണയിച്ചത്. അതുകൊണ്ട് ഫോണൊക്കെ ജസ്റ്റ് ബാഗിൻ്റെ സൈഡിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചൊക്കെയാണ് ഞാൻ വീഡിയോ എടുത്തത്. പിന്നെ അതുമല്ല, വന്നപ്പോൾ എൻ്റെ റിലേ കട്ടായിപ്പോയി. വീഡിയോ എടുക്കണം എന്നുള്ള കാര്യമൊക്കെ മൊത്തം മറന്നുപോയി. നമ്മൾ ഫുൾ ആ ഒരു എൻജോയ്മെൻറ്റിൽ ഇരുന്നു. പിന്നെ ഇവിടെയൊക്കെ ഞങ്ങൾക്ക് പെഡിക്യൂറൊക്കെ ആയിരുന്നു കേട്ടോ. മീനൊക്കെ ഉണ്ടായിരുന്നു നിറച്ചും. നമ്മൾ കാലിട്ട് ഇത്തിരി നേരം വെക്കുമ്പോൾ തന്നെ കാലിൽ വന്ന് മീൻ പൊതിയും. പിന്നെ വെള്ളം ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും നമുക്ക് അത്യാവശ്യം നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനൊക്കെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുങ്ങിപ്പോവും. അത്രയും ഭാഗത്തിന് ഉണ്ടായിരുന്നു വെള്ളം. അപ്പോൾ അവിടെ കിടന്ന് കുറേ നേരം വെള്ളത്തിൽ കളിച്ചു. എന്നെ നീന്തൽ പഠിപ്പിക്കണമായിരുന്നു എല്ലാവരും കൂടി. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ട്രിപ്പെല്ലാം എൻജോയ് ചെയ്ത് ഞാൻ അവിടെ നിന്ന് കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ഏരിയയിലൊക്കെ വന്ന് നിന്നപ്പോഴത്തേക്കും. പിന്നെ കുറേ വയലറ്റ് കളറിലുള്ള ബട്ടർഫ്ലൈസൊക്കെ കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് വയലറ്റ് കളറിലുള്ള ബട്ടർഫ്ലൈനെ കാണുന്നത്, ചെറിയത്. അപ്പം അങ്ങനത്തെ വൈറ്റ് ഞാൻ നമ്മുടെ ഇവിടെ കോമൺ ആയിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ വയലറ്റ് കളറിൽ ഞാൻ ആദ്യമായിട്ടാണ്. അങ്ങനെ അതൊക്കെ കുറച്ച് ക്യാപ്ചർ ചെയ്ത് പിന്നെ എല്ലാവരെയും കൂടി അടിച്ച് പൊളിച്ച് ഇത് പോയ പോലെ തന്നെ റിട്ടേൺ വന്നു. മൊത്തം നനഞ്ഞ് ചിഞ്ഞിരിക്കണേ കേട്ടോ. എല്ലാം കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പം നമ്മൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് റിട്ടേൺ പോകാനായിട്ടുള്ള ഇതിലാണ്. അപ്പോൾ ആദ്യമേ നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചില്ല, ഞങ്ങൾക്ക് ബിരിയാണി ആയിരുന്നു കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണതിൻ്റെ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ലഞ്ചായിട്ട് ബിരിയാണി ആയിരുന്നു, ചിക്കൻ ബിരിയാണി. പിന്നെ നമ്മളത് കഴിഞ്ഞ് നേരെ വന്ന വഴിക്ക് ഒരു ചായയൊക്കെ കുടിച്ചു. പിന്നെ അങ്ങോട്ട് ഫുൾ വൈബായിരുന്നു. ഇതിൻ്റെ ഒന്ന് വീഡിയോ എനിക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റിയില്ല. അടിച്ച് പൊളിച്ച് വന്നു. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ നടന്ന് വീട്ടിലോട്ട് വന്നു കേട്ടോ. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.